അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ആ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ആരാണ്? കരോളസ് ലിനേയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി അടുത്ത നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 തരത്തിലാണ് ലിവിംഗ് വേൾഡിനെ തരംതിരിച്ചത്. അപ്പോൾ അത് നോക്കാം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ R.H. വിറ്റാക്കർ ഇൻ 1969. 1969 R.H. വിറ്റാക്കർ ആണ് എന്ത് ചെയ്തത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അത് 5 കിങ്ഡം അല്ലെങ്കിൽ 5 കിങ്ഡംസ് എന്ന് പറയുന്നത് മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഏതൊക്കെയാണ്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇങ്ങനെ 5 ആയിട്ട് തരംതിരിച്ചതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ എത്ര ആയിട്ടാണ്? 2 ആയിട്ടാണ്. ഏതൊക്കെയാണ്? പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇവിടെ എത്രയായി? 5 ആയിട്ട് മാറി. ഏതൊക്കെയാണ്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പം ഇതിന് നമുക്കറിയാം ഇത് എന്തുകൊണ്ട് ഇദ്ദേഹം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഇതിന് കുറെ ക്രൈറ്റീരിയ എടുത്ത്, അതായത് എങ്ങനെയാണ് ഇവ തരംതിരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കുറച്ച്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇദ്ദേഹം പ്രധാനമായിട്ട് നോക്കി ഒന്ന് സെൽ സ്ട്രക്ചറാണ്. കോശങ്ങളുടെ ഘടന നോക്കി ഇദ്ദേഹം, ഓരോ ജീവികളുടെയും കോശ ഘടന നോക്കി, എന്നിട്ട് ഇദ്ദേഹം തരംതിരിച്ചു. പിന്നെയുള്ള തലാസ് ഓർഗനൈസേഷൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് ആൽഗകൾ, ഫംഗസുകൾ, ലൈക്കനുകൾ ഇവയിലൊക്കെ കാണപ്പെടുന്ന പ്രത്യേകതരം സസ്യഭാഗങ്ങളാണ് തലാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ആ പ്രത്യേകതകളൊക്കെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അതിനെ തരംതിരിച്ചു. പിന്നെ പറഞ്ഞ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ അവയുടെ എന്താണ് പോഷണം, എങ്ങനെയുള്ള രീതിയിലാണ് പോഷണം അല്ലെങ്കിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ പോഷണം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവന്നു. പിന്നുള്ളത് റീപ്രൊഡക്ഷൻ ആണ്, പ്രത്യുൽപാദനം നോക്കി. പിന്നെ വരുന്നത് ഫൈലോജനിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പരിണാമവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ പരിണാമഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന ജീവികൾ ഏതൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ഈ 5 ക്രൈറ്റീരിയയും കൂടെ നോക്കിക്കൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ജീവികളെ എന്ത് ചെയ്തത്? ഈ 5 കിങ്ഡം ആയിട്ട് മാറ്റിയത്. ഏതൊക്കെയാണ് ആ 5 കിങ്ഡം എന്ന് പറയുമ്പോൾ? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. അഡ്വാൻറ്റേജസ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. നമ്മളെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സിബിറ്റ്സ് ഫൈലോജനിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസം. അതായത് ജീവികളുമായിട്ടുള്ള പരിണാമ ബന്ധം നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വഴി നമുക്ക് എന്താണ് ജീവികളുമായിട്ടുള്ള പരിണാമ ബന്ധം, അല്ലെങ്കിൽ മറ്റുള്ള നേരത്തെ ഉണ്ടാകുന്ന ജീവികളുമായിട്ടുള്ള പരിണാമ ബന്ധം നമുക്ക് എന്ത് ചെയ്യാം? ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. Separation of prokaryotes in a separate kingdom of Monera is justified because they differ from all other organisms in their structure organization. അതായത് നമുക്ക് ഇതുവഴി തന്നെ പ്രോകാരിയോട്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം എന്താണ് പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ. അതായത് പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തില്ല, ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെയാണ്, അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഇതിൽ മിക്കതും വരുന്നത്, പ്രോകാരിയോട്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്? നോട്ട് ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അതായത് എന്താണ്? ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മൊനീറ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ 2 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. മൊനീറ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പം ഇതിൽ വെച്ച് എന്ത് ചെയ്യും? നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു മാറ്റി നമുക്ക് പുതിയൊരു ഗ്രൂപ്പും കൂടെ എന്ത് ചെയ്യുന്നു ഫോം ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന. പിന്നെ വരുന്ന ഇൻക്ലൂഷൻ ഓഫ് യുഗ്ലീന ആൻഡ് ക്ലാമിഡോമോണാസ് ഇൻ പ്രോട്ടിസ്റ്റ ഈസ് ആൾസോ ജസ്റ്റിഫൈഡ്. പിന്നെ ഉള്ളത് യുഗ്ലീന, ക്ലാമിഡോമോണാസ് എന്നിവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് മാറ്റി. അപ്പം കുറച്ചും കൂടെ ലളിതമായി, ഗ്രൂപ്പ് കുറച്ചും കൂടി ലളിതമായി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഈ ഓരോ ജീവികളെ കുറിച്ച് പഠിക്കാൻ സാധിച്ചു. അടുത്ത് പറയുന്നത് ഫഞ്ചൈ. ഇതാണ് ഫഞ്ചൈ. ഫഞ്ചൈ ഈസ് ഗ്രൂപ്പ്ഡ് അണ്ടർ എ സെപ്പറേറ്റ് കിങ്ഡം. ഈ ഫഞ്ചൈ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് ഒരു കിങ്ഡത്തിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു. നേരത്തെ പ്ലാന്റയിൽ നിന്നത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? നമുക്ക് വേറൊരു ഗ്രൂപ്പിലേക്ക്, ഫഞ്ചൈ എന്ന് പറയുന്നത് മാത്രമായിട്ട് വേറൊരു ഗ്രൂപ്പിലേക്ക് മാറ്റാൻ സാധിച്ചു. പ്രോട്ടോസോവ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം കിങ്ഡം അനിമേലിയ. പിന്നെ നമുക്ക് പ്രോട്ടോസോവ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്താണ്? ഈ അനിമേലിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മാറ്റാൻ സാധിച്ചു. അപ്പം ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഓരോ ജീവികളെയും കുറച്ചും കൂടി ലളിതമായിട്ടുള്ള രീതിയിലേക്ക് ഗ്രൂപ്പാക്കി മാറ്റി. അപ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ എന്ത് ചെയ്യുന്നു? എളുപ്പമാണ്.
അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അപാകതകൾ എന്തൊക്കെയാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള അപാകതകൾ. ഒന്നെന്ന് പറയുന്നത് മൊനീറ ആൻഡ് പ്രോട്ടിസ്റ്റ ആർ ഹെറ്ററോജീനസ് ഗ്രൂപ്പ്സ് ബിക്കോസ് ബോത്ത് ഇൻക്ലൂഡഡ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഫോംസ് ആൻഡ് ആൽസോ വിത്ത് ആൻഡ് വിത്തൗട്ട് സെൽ. അതായത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൊനീറ വിഭാഗം അതുപോലെ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന വിഭാഗമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി അല്ലെ, പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തി. എന്നാൽ ഈ മൊനീറ വിഭാഗം ആയിരുന്നാൽ പോലും പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ ആയിരുന്നാൽ പോലും എല്ലാം ഒരേപോലെയുള്ള ജീവികളല്ല മൊനീറ വിഭാഗത്തിൽ വരുന്നത്. അതുപോലെ പ്രോട്ടിസ്റ്റയിൽ വരുന്നത് കുറെ പേര് ഹെറ്ററോട്രോഫിക്കും കുറെ പേര് ഫോട്ടോസിന്തറ്റിക്കാണ്. എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയുണ്ട്, മറ്റുള്ളവയിൽ നിന്ന് ആഹാരം എടുത്ത് ജീവിക്കുന്നവയുണ്ട്. അപ്പം അതുപോലെ തന്നെ ആൾസോ വിത്ത് ആൻഡ് വിത്തൗട്ട് സെൽവാളും ഇല്ലാത്ത, സെൽവാൾ ഉള്ളതുകൊണ്ട് സെൽവാൾ ഇല്ലാത്ത. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത് ഒരു പോരായ്മയാണ്. ഇവയെ നമുക്ക് ഈ മൊനീറ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രോട്ടസ്റ്റ എന്ന് പറഞ്ഞ് രണ്ട് അല്ലെങ്കിൽ ഒരേ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതൊരു പോരായ്മ. അടുത്ത് വരുന്നത് ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ആൽഗെ ആർ പ്ലേസ്ഡ് അണ്ടർ കിങ്ഡം പ്ലാന്റ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ ആൽഗെ എന്ന് പറയുന്നത് പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ഉൾപ്പെടുത്തിയത് തന്നെ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവ യൂണിസെല്ലുലാർ ഉണ്ട് അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഈ സ്ട്രക്ചർ മറ്റൊക്കെ നോക്കിക്കൊണ്ട് നമുക്കിതിൽ തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ അതൊരു പോരായ്മയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ വൈറസസ് ആൻഡ് വൈറോയിഡ്സ് ഹാവ് നോട്ട് ഗിവൺ എനി പ്ലേസ് ഇൻ ക്ലാസിഫിക്കേഷൻ. അത് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തു, 5 ക്ലാസിഫിക്കേഷൻ ചെയ്തെങ്കിൽ പോലും ഈ വൈറസിനെയും അതുപോലെ വൈറോയിഡ്സിനെയൊക്കെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളത് സംശയമായിട്ട്. അതെന്ന് പറഞ്ഞാൽ അവയെ ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. അടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന വ്യക്തിയാണ് കരോലസ് ലിനേയസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് കൊണ്ടുവന്ന ആളാണ് നമ്മൾ R.H. വിറ്റാക്കർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. പ്രൊപ്പോസ്ഡ് ബൈ കാൾ വോയ്സ്. കാൾ വോയ്സ് ആണ് ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. He suggested a separate kingdom for Archaebacteria. According to this classification, 3 also proposed. ഇദ്ദേഹം ആർക്കിബാക്ടീരിയ, അതായത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് തന്നെ ഈ ബാക്ടീരിയ, ഈ മൊനീറ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൽ തന്നെ കുറെ ബാക്ടീരിയകളുടെ എല്ലാ സ്വഭാവവും കാണിക്കുന്നവയും ഉണ്ട്, കാണിക്കാത്തവയും ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവയെ രണ്ടായിട്ട് അവിടെ കൊണ്ടുവന്നു. ഈ മൊനീറ എന്ന് പറയുന്ന വിഭാഗത്തെ രണ്ടായിട്ടും അവിടെ മാറ്റി. അങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പൊ ആ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് നോക്കി, ഒന്ന് ആർക്കിബാക്ടീരിയ, യു ബാക്ടീരിയ. അതായത് മൊനീറ എന്ന് പറയുന്ന വിഭാഗത്തെ ഡിവൈഡ് ചെയ്ത് ആർക്കിബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും എഴുതിയെടുത്തു. അതുപോലെ പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, അനിമേലിയ. അപ്പോൾ ഇങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ വോയ്സ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർക്കിബാക്ടീരിയ, യു ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അല്ലെ, നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എത്രയായിട്ടാണ്? 2 ആയിട്ടാണ്. ഏതൊക്കെയാണ്? പ്ലാന്റ് ആൻഡ് അനിമേലിയ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നടന്നപ്പോഴാ മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഇങ്ങനെ 5 ആയിട്ടായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ ആർക്കിബാക്ടീരിയ, യു ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. 3 ആയിട്ടാണ് തരുന്നത്. കൊണ്ടുവന്നത് കാൾ വോയ്സ് ആണ് കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ലെവൽസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാം. അപ്പം ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.